സ്വപ്നമായിരുന്ന? ഇത് ഞാൻ സ്വപ്നത്തിൽ കണ്ട സ്ഥലമല്ലേ? ഞാനിപ്പോൾ ഇവിടെയാണോ? അപ്പൊ കണ്ടതെല്ലാം സ്വപ്നമല്ല, അതിന് മുമ്പുണ്ടായത്. ഇങ്ങോട്ട് ഞാൻ കണ്ടാണല്ല. പിന്നെ എങ്ങോട്ട് പോയി? കറക്റ്റാ, അതുവരെ നടന്നെന്തായാലും സ്വപ്നമൊന്നുമല്ല, ശരിക്കും നടന്ന തന്നെ. അത് കഴിഞ്ഞുണ്ടായതായിരുന്നു സ്വപ്നം. അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോൾ പവർ കിട്ടി കാണുവാ. എവിടാ, ഒരു മാങ്ങാണ്ടി ഉണ്ടായിട്ടില്ല. വെറുതെ വേറെ ഓടിയതും വേസ്റ്റായി, സമയവും വേസ്റ്റായി. എന്നാലും ഇനി അത് സ്വപ്നമായിരുന്ന? ഏയ് ആണോ? പിന്നെ ഞാനെങ്ങനോട് തലയിറങ്ങി വീണ്? ഓ, കോപ്പ്. ഒന്നും മനസ്സിലാവണമില്ല, ഒന്നും ഓർത്തെടുക്കാനും പറ്റണില്ല. ഇന്ന് ഇതോർത്ത് മിക്കവാറും പ്രാന്താവും. പക്ഷേ അതങ്ങ് മനസ്സിൽ നിന്ന് വിട്ട് പോണില്ലല്ലേ. അത് സ്വപ്നമാണെന്ന് മനസ്സ് പറയുകൊണ്ട് എനിക്കാണെന്ന് ഓർത്തെടുക്കാനും പറ്റണില്ല. അത് സ്വപ്നമാണെങ്കിൽ അപ്പോഴും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി വരും. എന്തായാലും എനിക്ക് അതിൻ്റെ ആൻസർ കിട്ടണം. ആമേ, ഞാൻ ദേ വീട്ടിൽ. ഞാൻ കഴിച്ച, അമ്മ കഴിച്ചാ? അച്ഛനാ? അച്ഛൻ തന്നെ വിളിച്ചിട്ടേ ഇല്ല. എന്താ അമ്മേ, സങ്കടാ? എനിക്കൊരു കുഴപ്പമില്ല, അമ്മക്കൊരു തോന്നണമായിരിക്കും. ശരിയെന്ന്. എൻ്റെ മനസ്സിലുള്ള സങ്കടം ഇത്ര പെട്ടെന്ന് മനസ്സിലാക്കി. അമ്മയല്ലേ, ഈ വീട്ടിൽ എന്നെ കൊണ്ടൊരു ഉപകാരം ഇല്ലെങ്കിൽ ഇവർക്കൊക്കെ എന്നെ ഇഷ്ടമാണ്. മകനായി പോയില്ലേ, അതുകൊണ്ടായിരിക്കും. എന്തായാലും ഞാൻ എൻ്റെ ആഗ്രഹങ്ങളുടെ പുറകെ കിടന്നവർക്കൊക്കെ ഒരു ഭാരമായിരുന്നാൽ മതിയായിരുന്നു. അയ്യോ, ഞാനത് വിട്ടുപോയി. ഇതിനെപ്പറ്റി ആരോടെങ്കിലും ഒന്ന് പറയണമല്ലോ. വേറെ ആരോട് പറയാനാ, അവൻ മാത്രമല്ലേ ഉള്ളു. അവനെ തന്നെ വിളിക്കാം. ഇതിലിപ്പം വിശ്വസിക്കുമായിരിക്കും. ഇല്ലെങ്കിൽ തീർന്ന്. ഹലോടാ. ആടാ, എടാ, ഞാൻ നിന്നെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ വിളിച്ച. എന്നടാ?
എടാ കുറച്ച് മുമ്പ് ഒരു സംഭവം ഉണ്ടായി, നീ ഇത് വിശ്വസിക്കില്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നീ വിശ്വസിച്ചേ പറ്റൂ. ഏ എടാ നീ ആദ്യം ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ച് കേക്ക്. നീ എന്നെ ഉച്ചയ്ക്ക് ഫോൺ വിളിച്ച് കട്ടാക്കിയില്ലേ? ആ ആടാ അത് കഴിഞ്ഞാൽ അവിടെ ചുമ്മാ ഇരിക്കുമായിരുന്നേ. അപ്പോഴാണ് അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോകുന്നടാ വീട്ടിലേക്ക്. പക്ഷെ ഇവിടെ വന്നിട്ട് ഒന്നും മനസ്സിൽ നിന്ന് പോകണില്ല. ആ സ്വപ്നമല്ലെന്ന് എനിക്ക് ഇപ്പോഴും തോന്നണം. ഇതിനിടെ നിനക്കെന്താ തോന്നണം? തീർന്ന ഏ അല്ല നീ പറഞ്ഞു തീർന്നെന്ന്. ആടാ ഇതിനിടെ നിനക്കെന്താ തോന്നണം? എൻ്റെ കൂട്ടുകാരാ, നീ ഇതുപോലത്തെ സംഭവങ്ങൾ എത്രാമത്തെ പ്രാവശ്യമാണ് എൻ്റെ അടുത്ത് പറയണ? എന്തിന്? കഴിഞ്ഞ ആഴ്ചയും കൂടെ നീ പറഞ്ഞുള്ളു എന്താണ്, ആ കറണ്ട് പോയപ്പോൾ നീ മെഴുകുതിരി കത്തിച്ച്, അപ്പം അതിൽ നിന്ന് നിൻ്റെ കയ്യിലേക്ക് തീ പടർന്ന്, എന്നിട്ട് നിനക്ക് തീ കൊണ്ടെന്തോ ഒരു പവർ കിട്ടി, അത് നിനക്ക് യഥാർത്ഥത്തിൽ ഉണ്ടായതാണ്. ഞാനത് വിശ്വസിച്ചില്ല. എന്നിട്ട് നീ തന്നെ പിറ്റേ ദിവസം വന്ന് പറഞ്ഞ് അത് നിൻ്റെ തോന്നലായിരുന്നു. അതുപോലെ തന്നെ ഒരു തോന്നലാണ് നീ ഇപ്പം പറയണത്. എടാ എടാ അതുപോലെ അല്ലേടാ ഇത്. എടാ എനിക്ക് ശരിക്കും എടാ മതി മതി, നീ നിർത്ത്. ഇത് സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നീ ഈ ഊണിൽ ഉറക്കത്തിൽ ഈ ഒരു കാര്യം തന്നെ ചിന്തിച്ചിരിക്കുന്നതുകൊണ്ട് നിന്റെ ബ്രെയിൻ ക്രിയേറ്റ് ചെയ്യാനാണ് ഈ വിഷ്വലൊക്കെ. ഇത് വേറെ ഇല്യൂഷൻസ് ആണ്, അല്ലാതെ ഇതിലൊരു സത്യമില്ല. പിന്നെ വേറൊരു കാര്യം, ഇത്ര നാൾ നിനക്ക് ഭ്രാന്താണെന്ന് ഞാൻ ചുമ്മാ തമാശക്ക് പറയുമായിരുന്നു. പക്ഷെ ഈ രീതിയിലാണ് നിന്റെ പോക്കെങ്കിൽ നിനക്ക് ശരിക്കും വട്ടാവും. ഞാൻ കാര്യമായിട്ട് പറഞ്ഞ, എടാ നമ്മുടെ ബ്രെയിൻ എന്നൊക്കെ പറഞ്ഞാലേ ഭയങ്കര സെൻസിറ്റീവാണ്. ഒരുപാട് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ കിളി പോകും. അങ്ങനെ എങ്ങനെ നിനക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് നിന്റെ അച്ഛനും അമ്മക്കും വരെ നീ ഒരു ഭാരമായിട്ട് മാറും. മറക്കണ്ട. എന്തായാലും ഞാൻ എൻ്റെ ആഗ്രഹങ്ങളുടെ പുറകെ നടന്ന് നോക്കുമ്പോൾ ഒരു ഭാരമായിരുന്നാൽ മതിയാണ്. നിന്റെ അച്ഛനും അമ്മക്കും വരെ നീ ഒരു ഭാരമായിട്ട് മാറും. മറക്കണ്ട. എടാ ഹലോ, ഹലോടാ എബി. എടാ എടാ ഞാനിത് വെറുതെ പറഞ്ഞാണ്. ഹലോ എടാ എന്തെങ്കിലും സംസാരിക്കുന്നത് ആർക്കാക്കല്ലേ? എടാ ഞാൻ ചുമ്മാ പറഞ്ഞാണത്. ഹലോ അന്നോർത്തവൻ പറഞ്ഞതിലെന്ത് തെറ്റ്? തെറ്റ് എൻ്റെ ഭാഗത്താണ്. അവൻ പറഞ്ഞതിനെ പറ്റി ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. എൻ്റെ നല്ലതിന് വേണ്ടി അവൻ ഇങ്ങനെയൊക്കെ പറയണം. പക്ഷേ ചില സമയങ്ങളിൽ പലരും നമ്മളെ അമിതമായിട്ട് സ്നേഹിക്കാനാണ് നമ്മുടെ ഏറ്റവും വലിയ സങ്കടം. കോൾ എടുക്കണ്ട, ഇനി അവനോട് സംസാരിച്ച് ശരിക്കും എൻ്റെ കയ്യിൽ നിന്ന് പോകും. ഇനി ചിലപ്പോൾ ശരിയായിരിക്കും. എൻ്റെ ആഗ്രഹങ്ങൾ അതൊരിക്കലും നടക്കാത്തതായിരിക്കും. ഇല്ല, എനിക്കറിയാം ഇതെൻ്റെ ഇല്യൂഷനാണ്.
ഇനിയും എന്നെ ഇല്യൂഷൻസ് വെച്ച് പറ്റിക്കാൻ സമ്മതിക്കത്തില്ല. ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്യും. അതുപോലെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഈ ആഗ്രഹം അത് ഞാൻ ഒരിക്കലും വിട്ടുകളയത്തില്ല. എന്നെങ്കിലും അത് പോസിബിളാകും. ആടാ എടാ പറഞ്ഞു. എടാ പിന്നെ ഞാൻ ആ സമയത്ത് പെട്ടെന്ന് ചിന്തിക്കാതെ അങ്ങനെ പറഞ്ഞു പോയതാണ്. നിനക്ക് സീനൊന്നുമില്ലല്ലോ? എടാ ഞാനതൊക്കെ എപ്പോഴേ വിട്ട്. ഞാൻ എങ്ങനെയെങ്കിലും സെറ്റ് ആകാൻ വേണ്ടിയല്ലേ നീ ഇങ്ങനെയൊക്കെ പറയണം. എനിക്കറിയാടാ. ഉറപ്പാണല്ലേ? സീനൊന്നും ഇല്ലല്ലോ? ഇല്ലടാ. ഓക്കെ, അങ്ങനെയാണെങ്കിലേ നമുക്ക് നാളെ ഒന്ന് ചേർത്തില്ല പോയാലോ? എന്തിന്? ഫുഡ് അടിക്കാൻ. എന്ത് ഫുഡ്? നമുക്ക് നല്ല തണുത്ത 2 ഷെയ്ക്ക് അടിക്കാം. ഷെയ്ക്കാ? എടാ എൻ്റെ ഫണ്ട് ഉണ്ടാവുന്ന ഡൗട്ടാണ്. എടാ നീ എന്നെ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ. ഫണ്ടൊക്കെ എൻ്റെ ഉണ്ട്. നിൻ്റെ എവിടുന്ന ഫണ്ട്? എടാ 30 രൂപയുടെ ഷെയ്ക്ക് കുടിക്കാൻ എന്തിനു മാത്രം ഫണ്ട്? 30 രൂപയുടെ? ആടാ എടാ, ഞാൻ കഴിഞ്ഞ ദിവസം നിനക്ക് ഈ കടയുടെ റീൽ അയച്ചിട്ടുണ്ടായിരുന്നു. നീ ഇത് കണ്ടിട്ടുണ്ട്? ആഹാ, മനസ്സിലായി. സംഭവം നൈസാണ്. എടാ പിന്നെ വേറൊരു കാര്യം, 4 മണിക്കാണ് ആ പുള്ളി കട തുറക്കണം. അപ്പം തന്നെ അവിടുത്തെ കുറെ സ്കൂൾ പിള്ളേർ വന്ന് കട പൊതിഞ്ഞ് ഷേക്കൊക്കെ നക്കി എടുത്തിട്ട് പോകും. കഴിഞ്ഞ ദിവസം കടയും കൊണ്ടോടിയെന്നാണ് കേട്ടത്. എന്താടാ? എടാ ആണ്. അതുകൊണ്ട് നമുക്കേ ഒരു 3:30 ആകുമ്പത്തിന് ഇവിടുന്ന് ഇറങ്ങാം. പുള്ളി കട തുറക്കുമ്പോൾ തന്നെ നമ്മളവിടെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ആക്രമണം ഉണ്ടാവും. എന്താടാ ഇത്, ഒരു ഷെയ്ക്ക് കുടിക്കാൻ ഇത്രയും പ്ലാനിങ്ങാ? പിന്നെ അല്ല. എടാ അപ്പം നീ കറക്റ്റ് നാളെ ഒരു 3:30 ഒക്കെ ആകുമ്പോൾ ഇറങ്ങുമല്ലേ? ആടാ 3:30-ക്കല്ലേ? സെറ്റാക്കാം. ഓക്കെ എന്നാ. ആടാ എടാ പിന്നെ ആ സോറി. എന്തിന്? ഹലോ വെച്ചാ? പാവം. ഏത് സ്വപ്നമൊന്നും കാണാൻ പറ്റില്ല. ശോകം. ഓ ഇന്നും നേരത്തെ പോയോ? ഒരു കൊറിയർ കമ്പനിയിലെ സൂപ്പർവൈസർക്ക് ഇത്രയും വർക്ക് ടൈമാണ്. എടാ പച്ചടിശിൽ അപ്പം ഇരിപ്പുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ മുട്ടക്കറിയും വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിന്ന് നേരത്തെ വരും, ബീഫ് വാങ്ങാം. നീ ഒരു കാര്യം ചെയ്യണം, അടുക്കളയുടെ കുറേ തേങ്ങ ഇരിപ്പുണ്ട്, അതൊന്ന് പൊതിച്ച് വെക്കണം, മറക്കരുത്. തേങ്ങയാ? ബീഫിലിടാനായിരിക്കും. എന്തിനാണെങ്കിലും ചെയ്തല്ലേ പറ്റൂ. ആ ഇപ്പോഴൊരു കാര്യം ഓർത്ത, 9 മണിക്ക് അയൺമെൻറ്റും ഉണ്ടല്ലോ. ഇതെന്ത് ഓണാവണില്ലല്ലോ? അടിച്ചു പോയാ? ഇന്നലെയും കറണ്ട് പോയി, ഇന്നും കറണ്ട് പോയി. ഇതൊട്ടും ശരിയല്ല. കോപ്പ്. ഇങ്ങനെ എന്ത് ചെയ്യും? ആ തേങ്ങ പൊതിച്ച് വെച്ചേക്കാം, അല്ലെങ്കിൽ ഇനി അത് മതി. ആ കറണ്ട് വന്നു. Back in hardware mode. എടാ ഞാൻ ജംഗ്ഷനിൽ വന്നു. നീ എവിടെയാണ്? എടാ അത് ഇറങ്ങി ഷർട്ട് ഇട്ടാൽ മാത്രം മതി. വേഗം വാ, അല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞ പോലെ ചിലപ്പോൾ ആക്രമണം നേരിടാൻ സാധ്യതയുണ്ട്. ആടാ ഓക്കെ നീ ഇറങ്ങി. ഇതെടുത്ത് വെച്ചില്ലായിരുന്നു. സമയമില്ലാത്തപ്പോൾ ഓരോന്ന് മിക്കവാറും തെറി പറയും. അമ്മേ